കോമഡി ആയാലും ചെയ്യും, സെൻറ്റിമെൻ്റൽ ആയാലും ചെയ്യും, ആക്ഷൻ. ഗെയ്ക്വാഡ് എന്നാണ് രജനികാന്തിൻ്റെ ഒറിജിനൽ പേര് വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.0 ആയിരുന്നു, ഏകദേശം 500+ ക്രോർസ്. ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നമ്മൾ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് ആയിട്ടുള്ള മോഹൻലാലിനെയും അതുപോലെ രജനികാന്തിനെയും വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു കമ്പാരിസനാണ് നടത്തുന്നത്. അവരുടെ അച്ചീവ്മെൻറ്റ്സ്, അവരുടേതായിട്ടുള്ള കുറച്ച് ടാലൻസ്, കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകും. ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫുൾ നെയിം എന്താണെന്ന് നോക്കാം നമുക്ക്. മോഹൻലാലിൻ്റെ ഫുൾ നെയിം എന്ന് പറയുമ്പോൾ മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്നാണ് മോഹൻലാലിൻ്റെ ഫുൾ നെയിം. രജനികാന്തിൻ്റെ ഒറിജിനൽ പേര് എന്ന് പറഞ്ഞാൽ ശിവാജി റാവു ഗെയ്ക്വാഡ് എന്നാണ് രജനികാന്തിൻ്റെ ഒറിജിനൽ പേര് വരുന്നത് കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട് രണ്ടുപേരും തമ്മിൽ. ഏകദേശം ഒരു 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. മോഹൻലാലിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 21 മെയ് 1960 ആണെങ്കിൽ രജനികാന്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാൽ ഡിസംബർ 12 1950 ആണ്. 10 വയസ്സിൻ്റെ വ്യത്യാസം രണ്ടുപേരും തമ്മിലുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറെ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നാച്ചുറൽ ആക്ടിങ്ങും അതുപോലെ തന്നെ നാച്ചുറൽ എക്സ്പ്രഷനും ആണെങ്കിൽ നമ്മുടെ രജനീനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ആളുകൾ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സ്റ്റൈല്, മാസ് ഡയലോഗ്, മാസ് ആയിട്ടുള്ള ആ ഒരു പടത്തിൻ്റെ ആ ഒരു കാരണം കൊണ്ടാണ് രജനീനെ ആളുകൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. മോഹൻലാലിൻ്റെ ഫസ്റ്റത്തെ ഒരു പടം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1980 പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന പടമാണ് മോഹൻലാലിൻ്റെ ഫസ്റ്റത്തെ എങ്കിൽ രജനികാന്തിൻ്റെ ഫസ്റ്റത്തെ പടം എന്ന് പറയുന്നത് 1975 റിലീസായിട്ടുള്ള അപൂർവ രാഗങ്ങൾ എന്ന് പറയുന്ന പടമാണ്. മോഹൻലാലിന് 5 നാഷണൽ അവാർഡാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രജനികാന്തിന് എത്ര നാഷണൽ അവാർഡാണ് നോക്കുകയെന്ന് വെച്ചാൽ ഒരു നാഷണൽ അവാർഡാണ് രജനിക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ കേരള ബേസ് അവാർഡ് ഉണ്ടല്ലോ, കേരളത്തിൻ്റെ ആ ഒരു ഫിലിം ഫെയർ അവാർഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മോഹൻലാലിന് ഏകദേശം 9 ഫിലിം ഫെയർ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ രജനികാന്തിന് 6, അത് തമിഴ്നാടിൻ്റെ 6 ഫിലിം ഫെയർ അവാർഡാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. രജനിയുടെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഉണ്ടായിരുന്ന ഒരു പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.0 ആയിരുന്നു, ഏകദേശം 500+ ക്രോർസ് ആയിരുന്നു ആ ഒരു പടത്തിൻ്റെ ബഡ്ജറ്റ്. പക്ഷേ അത് റിട്ടേൺ ചെയ്തു, അതായത് ആ പടം സക്സസ്ഫുൾ ആയിട്ട് ഓടുകയും ചെയ്തു, ആ പണം റീകളക്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ നമ്മുടെ മോഹൻലാലിൻ്റെ മരക്കാരായിരുന്നു ഏറ്റവും ബഡ്ജറ്റ് കൂടിയ പടം, അത് 100 കോടിയാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പടം വന്നിട്ടുണ്ട് ബറോസോ, അത് 150 കോടിയാണെന്ന് പറയുന്നത്. പക്ഷേ അതിന് അതിലുണ്ടാകില്ല എന്ന് തോന്നുന്നു. പക്ഷേ മരക്കാർ എനിക്ക് തോന്നുന്നു അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പടം ആയിരുന്നു എന്ന് തോന്നുന്നില്ല. പക്ഷേ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം തന്നെയായിരുന്നു. രജനികാന്തിന് രാജ്യം പത്മ വിഭൂഷൺ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പത്മശ്രീയുണ്ട്, പത്മ വിഭൂഷൺ അവാർഡുണ്ട്. അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു ആക്ടറാണ് ആർമിയുടെ ഒരു അംഗീകാരം, ഒരു ലഫ്റ്റനന്റ് കേണൽ എന്ന രീതിയിലുള്ള ഒരു അംഗീകാരം കൂടി മോഹൻലാലിന് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ടോട്ടലായിട്ട് എത്ര ഫിലിംസ് അഭിനയിച്ചിട്ടുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 400-ൽ കൂടുതൽ പടം മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പടം എന്ന് പറയുന്നത് ദൃശ്യം, കിരീടം, ഭരതം, വാനപ്രസ്ഥം, ലൂസിഫർ, ഇതേപോലത്തെ പടങ്ങളാണ് മോഹൻലാലിൻ്റെ. അതായത് എല്ലാ തരത്തിലുള്ള പടങ്ങളും ആൾ ചെയ്യും. കോമഡി ആയാലും ചെയ്യും, സെൻറ്റിമെൻ്റൽ ആയാലും ചെയ്യും, ആക്ഷൻ ആയാലും ചെയ്യും, നരസിംഹം അതേപോലത്തെ പടങ്ങളൊക്കെ അത് എന്ത് തന്നെയാലും മോഹൻലാലിന് ചെയ്യാനായിട്ട് ഈസിയായിട്ട്, വാനപ്രസ്ഥം അതേപോലത്തെ ഭരതമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. രജനികാന്തിന് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ടോട്ടലായിട്ട് ഏകദേശം 170-ൽ കൂടുതൽ പടമാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പടം എന്ന് പറയുമ്പോൾ ശ്രദ്ധയാകർഷിക്കപ്പെട്ടിട്ടുള്ള പടം ഭാഷ, അതേപോലെ ഇന്ദിരൻ, കബാലി, ശിവാജി, ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ പടമുള്ള ജയിലർ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട പടം. ഇതിൽ പടയപ്പൊക്കെ ഉണ്ട്. സോ അതേപോലത്തെ ഒരു മാസമായിട്ടുള്ള ഒരു പടങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന് കുറച്ച് പരിമിതികൾ ഉണ്ട് എന്നുള്ള കാര്യം എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, ആക്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യങ്ങളായാലും. പക്ഷേ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തിന് മറ്റുള്ളവരെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സ്റ്റൈൽ, മെയിനായിട്ടുള്ള സ്റ്റൈൽ വഴിയായിട്ടാണ് അദ്ദേഹത്തിന് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈസിയായിട്ട് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ അടുത്തിടെ ഇന്ത്യൻ ടൈംസ് പുറത്തുവിട്ട ആ ഒരു കണക്ക് പ്രകാരം മോഹൻലാലിൻ്റെ നെറ്റ് വർത്ത് ടോട്ടലായിട്ടുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ പണം സേവ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ 410 കോടി രൂപയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ടൈംസ് പുറത്തുവിട്ടുള്ള ഒരു കണക്ക് പ്രകാരം ഉള്ളത്. നമ്മുടെ രജനികാന്തിന് ഉള്ള എമൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 450 കോടിയിൽ കൂടുതൽ രൂപയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ടോട്ടൽ ഉള്ളത് എന്നുള്ള ഒരു ഇതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു പടത്തിന് 200 കോടി അല്ലെങ്കിൽ ഒരു 2020 ശേഷം അല്ലെങ്കിൽ 2010 ശേഷം പുറത്ത് ഇറങ്ങിയ പടങ്ങൾക്ക് മിനിമം 200 കോടിയൊക്കെയാണ് വെച്ച് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം മിനിമം ഒരു 10 പടങ്ങൾ റിലീസ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ തന്നെ എത്രയായി? സോ അതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ടുള്ളതായിരിക്കും എന്നാണ് തോന്നുന്നത്. അതാണ് നെറ്റ്വർത്തിൻ്റെ ആ ഒരു കണക്ക്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.